ഇങ്ങനെ ഒരു അമ്പൂരിയെ കുറിച്ച് ആദ്യമായി ഞാൻ അമ്പൂരിയെ കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട സുരേഷ് ഭഗവൻ പറയുമായിരുന്നു. അമ്പൂരിയെ കുറിച്ച് ആരും കവിത എഴുതി ഇല്ലല്ലോ എന്ന്. 8ാം ക്ലാസ്സിൽ വെച്ച് അമ്പൂരിയെ കുറിച്ച് കവിത എഴുതിയ ഒരു കുഞ്ഞു മനുഷ്യനായിരുന്നു ഞാൻ. അന്ന് ഇങ്ങനെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിരുന്നു, എൻ്റെ നാട് ഉണരണേ ദൈവമേ എന്ന് പാട്ട് പാടിയ സമയത്ത് എൻ്റെ അമ്പൂരി നാടെന്ന് ഉണർന്ന് കണ്ടതിൽ നിന്ന് ഞാൻ പാടി. അന്ന് ടാറിടാത്ത റോഡാണ്, വാഹനങ്ങൾ 2 വാഹനങ്ങളെ ഉള്ളൂ. കുട്ടമല വഴി ഒന്ന് പോകുന്നു, കുടപ്പന വഴി ഒന്ന് പോകുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് വണ്ടി പോകുമ്പോൾ പൊടിപടലങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നവരുടെ മുഖത്തെല്ലാം പൊടിപടലങ്ങൾ ഉണ്ടാകും. ഇത്രയൊന്നും പുരോഗമനമില്ല, ഇത്രയൊന്നും വീടുകളില്ല, കെട്ടിടങ്ങളില്ല. പ്രിയമക്കളെ, എനിക്കിന്ന് 55 വയസ്സായി. 55 വയസ്സ് വരെയും ഞാൻ സ്വന്തമായി കവിത എഴുതും. എൻ്റെ വീടറിയാൻ ചാക്കപ്പറയുന്ന സെറ്റിൽമെൻ്റാണ്. നിങ്ങൾക്കറിയാം, ആദിവാസി ദ്രാവിഡ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയാണ് എന്നെ പ്രസവിച്ചത്. ഞാൻ ഈ ലോകത്ത് സകലത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടുവരുന്നു. അത് ലോകത്തിൻ്റെ മുമ്പ് വിളിച്ചു പറയണമെന്ന് എനിക്ക് 1000 ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്കൊരു അവസരം കിട്ടിയില്ല. അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുമ്പാകെ എനിക്കുണ്ടാകാൻ തക്കവണ്ണം എനിക്കൊരവസരം കിട്ടിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ പ്രിയ അധ്യാപകനും എൻ്റെ ഗുരുവും എൻ്റെ സ്നേഹിതനും കൂടെയായ ശ്രീറാം സാറിന് എൻ്റെ നന്ദി ഞാൻ എഴുതുന്നു. ഇവിടെ വന്നപ്പോഴാണ് കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന് പഠിച്ചതായ ഇവിടെ റോയ് വർഗീസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവനെ കൊണ്ട് അത് കഴിഞ്ഞല്ലോ ഈ നാടിനെക്കുറിച്ച് അത്രത്തോളം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലോകമറിയാൻ നമ്മുടെ അമ്പൂരിയെ. അങ്ങനെ അവസരമുണ്ടല്ലോ. അമ്പൂരിയെക്കുറിച്ച് ഞാൻ ഏറ്റവും സ്നേഹിച്ചത് ഞാനായിരുന്നു. അമ്പൂരിയെക്കുറിച്ച് അന്നിവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന് വിസ്താരമുണ്ടായിരുന്നു. പക്ഷെ ആ കുളം ചുരുങ്ങി ചെറുതായത് എങ്ങനെയെന്നൊരു ചോദ്യം ഈ കവിയുടെ ഉള്ളിലുണ്ടായി. ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ കൊണ്ടുപോയപ്പോൾ അമ്പൂരിയുടെ തനതായതും കൊണ്ടുപോയില്ലയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവിടുത്തെ സംസ്കാരം, ഇവിടെ എനിക്ക് നല്ല ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹമില്ല. കാടിന്റെ ഉള്ളിലൂടെ മറങ്ങി പോകണം, എന്നിട്ട് അറിയാത്ത ഭാഷയെ ലോകത്തോട് വിളിച്ചു പറയണം അനീതിയെ കുറിച്ച്. ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം പറയാൻ പാടില്ല. ചില ചിട്ടവട്ടങ്ങളുണ്ട്, ഒക്കെ ശരിയാണ് 100%. കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതും കേട്ടിട്ട് കേട്ടില്ല എന്ന് നടിക്കുന്നതും അന്ധമുഖത ബാധിച്ചതാണ്. ഒരു പുതിയ തലമുറയ്ക്ക് ചേർന്നതല്ല. പോട്ട് ഞാനെ കണ്ടുപിടിക്കുകയാണ് ഈ ചെറിയ കവിതയിലൂടെ. ആരും ഞാനല്ല. പ്രിയമുള്ളവരെ, ഇന്ന് മതത്തിന് വേണ്ടി അടിപിടി പിടിക്കുന്നവര്, വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, അവരെല്ലാം അങ്ങനെ തന്നെ പോകുന്നവരാണ് നമുക്കിഷ്ടം. പക്ഷെ ഞാൻ ഇന്ന് കണ്ടെത്തി ചെയ്യപ്പെട്ടവനായ ഒരുവൻ മാറി. എന്തുകൊണ്ടാണ്? ഈ ചോദ്യമാണ്, ആര് ഞാനല്ല. മതപുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തെ കാണാൻ കഴിയും. അങ്ങനെ ഭക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്തിയവർ അതിനകത്തുണ്ട്. പക്ഷെ നമ്മളെ കണ്ടെത്താൻ കഴിയുമോ അതിനകത്ത്? നമ്മളെന്നറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ദൈവത്തെ കാണുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തോട് അടുക്കുന്നത്. പ്രപഞ്ചവും ദൈവവും നാമും കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന ഒരു ജന്മഭൂമിയാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരു ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ മോസ്കുകളോ പള്ളികളോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നമ്മെ തന്നെ തിരഞ്ഞാൽ മതി. ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായതെന്ന്. എനിക്ക് ഒന്നപോലും സുഹൃത്തുക്കൾ എന്നെ കാണുന്നവരെല്ലാം, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് കടന്നു വന്നപ്പോൾ ഈ അമ്പൂരിയിൽ പ്രമുഖരെന്ന് കരുതുന്ന ഞാൻ കണ്ടാൽ അവരോട് മിണ്ടാൻ പോലെ എനിക്ക് വലിയ വ്യക്തികൾ എന്നെ പിടിച്ച് എൻ്റെ സുഹൃത്ത് എനിക്കുള്ളതുകൊണ്ടായിരിക്കും ആ ചാറ്റ് എനിക്ക് തന്നത്. പിന്നെ ബിജുവിൻ്റെ അനിയൻ എന്നോട് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും എനിക്ക് ഇന്ന് അനുകൂലമായ ഒരു മാതിരി പ്രിയപ്പെട്ട സ്ഥാനമാണ് എനിക്ക് തന്നത്. അതുപോലെ എനിക്കൊരു നല്ല കാര്യം പറയാനുണ്ട്. ഞാൻ ഈ രാജ്യത്തിന്റെ ഒരു ചെറിയ സ്രോതസ്സായത് 1990 അന്ന് ഇന്ന് ലോകത്ത് മുഖ്യ പ്രഖ്യാപനമുണ്ടായി. കേരള 100% സാക്ഷരതയുള്ളവരായി മാറി. അതിൽ 1990 ഈ സാക്ഷരതയ്ക്ക് വേണ്ടി അന്ന് ഞാൻ വനാന്തരത്തിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. കൊമ്പ എന്ന് പറയുന്ന ഒരു ആദിവാസി സെറ്റിൽമെന്റിൽ അവിടെ തങ്ങി നിന്ന് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 1990 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം
ഈ വായിച്ചാലേ വളരൂ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ വിദ്വാനായ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ടറായിരുന്ന PN പണിക്കർ അദ്ദേഹം പൊരേമല വള്ളക്കടവിലേക്ക് ഒരു ദിവസം വന്നു ചേർന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം അന്ന് പുറം ലോകത്തേക്ക് അറിയുന്നത് ടെലിവിഷൻ മുഖാന്തരമൊക്കെ അന്ന് ദൂരദർശനക്കാർക്ക് കടന്നു വന്നിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചണയിച്ചു കൊണ്ട് വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളാണ് ഈ പുരോഗമനത്തിന്റെ നാഴികക്കല്ലുകൾ. നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും ഈ ഫീൽഡ് കഴിഞ്ഞാലും ഈ അനൗപചാരിക വിദ്യാഭ്യാസമായ സാക്ഷരതാ പദ്ധതി, കേരള സാക്ഷരതാ പദ്ധതി തീർന്നിരുന്നാലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലി എന്തെങ്കിലുമൊക്കെ തരുമെന്ന് അദ്ദേഹം ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അതുകൊണ്ട് ദുഃഖമില്ല. ഞാനിന്നും തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെയും പോയിട്ടുമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പോലും